ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരേക്കും കാണുക. ആദ്യം തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ടാപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മുടെ ഈ ബാത്റൂം ടാപ്പിൽ എന്തുമാത്രം വൈറ്റ് കളറിലെ സ്പോട്ട്സ് കാണുന്നുണ്ടെന്ന്. ഇത് നമ്മുടെ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റെയിൻ ആണ്. ഇത് കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മെട്രോ സിറ്റീസിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഹാർഡ് വാട്ടർ സ്റ്റെയിൻ കളയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഈ ടാപ്പ് ക്ലീനിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ വേണേലും ഉപയോഗിക്കാം, എങ്കിലും എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ ബേക്കിംഗ് പൗഡറാണ്. അപ്പം ബേക്കിംഗ് പൗഡറിൽ ഞാൻ കുറച്ച് നാരങ്ങ മുറിച്ചെടുത്ത് അതിൽ മുക്കിയിട്ട് ഈ ടാപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ബേക്കിംഗ് പൗഡറും നാരങ്ങയും ചേർന്നുള്ള ഈ മിശ്രിതം നമ്മുടെ ടാപ്പിൻ്റെ എല്ലാ ഏരിയയിലും ചെല്ലത്തക്ക രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ചിലർ ഈ ബേക്കിംഗ് പൗഡറിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും നല്ലത് ഇതുപോലെ നാരങ്ങ തോടിൽ ബേക്കിംഗ് പൗഡർ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ തേക്കുമ്പം തന്നെ നമുക്ക് ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഞാനും വളരെ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചായിരുന്നു ഇങ്ങനെ വാട്ടർ ടാപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതുപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആ സമയം കുറച്ച് നേരം നല്ല ക്ലീൻ ആയിട്ടിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പം വീണ്ടും വൈറ്റ് ഷെയ്ഡ് കാണും അതിനാൽ ഇതുപോലെ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ച് ഈ ടാപ്പ് ക്ലീൻ ചെയ്യരുത്. അതിലും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം. അപ്പം ഞാൻ ഇതെല്ലാം തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. അപ്പം ഞാനിത് 15 മിനിറ്റ് നേരെ വെക്കുന്നുള്ളൂ. പിന്നെ ചില ടാപ്പിലൊക്കെ ഒരുപാട് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതേപോലെ വെച്ചേക്കണം. അപ്പം നമ്മുടെ നാരങ്ങയും ബേക്കിംഗ് പൗഡറും കൂടെയുള്ള ഈ മിശ്രിതം നന്നായിട്ട് ഉണങ്ങി പിടിച്ച് ടാപ്പിലിരിപ്പുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സ്പോഞ്ച് സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ടാപ്പെല്ലാം ചെറുതായിട്ടൊന്ന് തേച്ച് എടുക്കണം. അപ്പോൾ ആരും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും വെച്ച് തേക്കരുത്, കാരണം നല്ല സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്പോഞ്ച് എടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ വ്യത്യാസം കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കറക്റ്റ്, എന്നാലും നല്ല വ്യത്യാസമാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അപ്പം മിക്കവാറും ആളുകൾ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ ബേക്കിംഗ് സോഡ ആണ് ഉപയോഗിക്കാറുള്ളത്. ഞാനും ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുണ്ട്, എങ്കിലും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പം ഇത് എല്ലാ ഏരിയയിലും ഈ സ്പോഞ്ച് ഇട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പം കണ്ടോ, തേച്ച കുറച്ച് ഏരിയ കണ്ടോ, നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ ആ സ്പോട്ടെല്ലാം പോയി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏരിയയും കൂടെ ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ഹാർഡ് വാട്ടർ സ്റ്റെയിനൊക്കെ കളയാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ജെനുവിനായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ തരുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ ടാപ്പെല്ലാം നല്ല പുത്തൻ പോലെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കുവാണ്. അപ്പം നമ്മുടെ ടാപ്പെല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ച് മാറ്റാം ഈ വെള്ളം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വീക്ക്ലി വൺസ് എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഒരുപാട് നാളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞൊക്കെ കഴുകിക്കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സ്റ്റെയിൻ ആകും. അപ്പം ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും നിങ്ങൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്തെടുക്കണം. അന്നേരം പെട്ടെന്ന് തന്നെ നമ്മുടെ ടാപ്പെല്ലാം പുത്തൻ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ
ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബാത്റൂം അക്സസറീസിലൊക്കെ പിടിക്കുന്ന തുരുമ്പ്, പ്രത്യേകിച്ച് സ്റ്റീലൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലത്തെ സ്റ്റാൻഡും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് തുരുമ്പ് പിടിക്കുന്നത്. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറിൽ നാരങ്ങാത്തോട് മുക്കിയിട്ട് ഞാനിതൊന്ന് തേച്ച് കൊടുക്കുവാണ്. ഇത് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റെങ്കിലും വെച്ചേക്കണം. ഞാൻ പക്ഷേ ഇത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇത് ഞാനിങ്ങനെ തേച്ച ഉടനെ തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും എന്തുമാത്രം തുരുമ്പാണ് ഇതിൽ പിടിച്ചു വരിക്കുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ നാരങ്ങായും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ സ്പോഞ്ച് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തേച്ചെടുക്കുവാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, എന്തുമാത്രം തുരുമ്പുണ്ടായിരുന്നതായിരുന്നു. ഇതിപ്പോൾ എല്ലാം പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലായിടും ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല പുത്തൻ പോലെ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇത് വീണ്ടും ഒന്ന് തുടച്ചു മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം നിറഞ്ഞിരിക്കാനും എപ്പോഴും റിഫ്രഷ് ആയിട്ടിരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വില കൊടുത്ത് എയർ ഫ്രഷ്നറൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അതിന് പകരമായിട്ട് ഞാനിവിടെ കാണിക്കുന്ന ടിപ്പ് എന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഒരു മൂടിയുള്ള ടിന്ന് തന്നെ എടുക്കണം. ഇനി അതിൻ്റെ അടപ്പിൽ ഇതേപോലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി എടുക്കുക. അപ്പം നമ്മുടെ ബോക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് എയർ ഫ്രഷ്നർ വാങ്ങിയ പഴയ ബോട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാസ്ക് ഉണ്ടല്ലോ, അത് കീറിയിട്ട് അതിനുള്ളിലേക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടണോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ചെറിയതായിട്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ചെറിയ ഈർപ്പം വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് എസൻഷ്യൽ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എസൻഷ്യൽ ഓയിൽ നമ്മൾ മിക്കവാറും വീടുകളിലൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പം ഇഷ്ടപ്പെട്ട എസൻഷ്യൽ ഓയിൽ 1-2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ലെമൺ ഗ്രാസിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ലെമൺ ഗ്രാസിൻ്റെ ഓയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു മണമാണ്. അപ്പം ഞാൻ അതിലേക്ക് 2-3 ഡ്രോപ്പ് ലെമൺ ഗ്രാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ടിന്നടച്ച് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് ഇത് വെച്ച് കൊടുക്കുക. ഇപ്പം കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ, ബാത്റൂമിൽ, റൂമിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് മനസ്സിലാകും, നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിയുമ്പം വീണ്ടും ഇതേപോലെ എടുത്ത് 1-2 ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ വെക്കാവുന്നതാണ്. ഞാനിപ്പം ബാത്റൂമിൻ്റെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തതൊരു ഓർഗനൈസിങ് ടിപ്പാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ബാത്റൂമിൽ ഇതേപോലെ കുറേ ഐറ്റംസ് കാണും അല്ലേ. സിസേഴ്സ്, റേസർ, അതുപോലുള്ള കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടാതെ ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇതൊക്കെ വെക്കുന്ന ഒരു ഹോൾഡർ വാങ്ങിച്ച് അതിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വാൾസ് ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൽ കുറച്ച് ഫ്ലോർ ക്ലീനർ എടുത്തിട്ടുണ്ട്. ഫ്ലോർ ക്ലീനറിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളവും അതിലേക്ക് 2-3 ഡ്രോപ്പ് ലെമൺ ഗ്രാസ് ഓയിലും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ഗ്രാസ് ഓയിൽ എടുത്തതെന്ന് വെച്ചാൽ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിന് എപ്പോഴും. അപ്പം നമ്മുടെ സൊല്യൂഷൻ റെഡിയായി നമ്മുടെ വാൾ ക്ലീനിങ്ങിനുള്ളത്. ഇനി ഞാൻ നമ്മുടെ മോപ്പ് ഉണ്ടല്ലോ, തറ തുടയ്ക്കുന്ന, അത് ഞാനൊന്ന് നനച്ചിട്ട് സ്പിൻ ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സൊല്യൂഷൻ നമ്മുടെ ഈ വാൾസിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മോപ്പ് ഉപയോഗിച്ച് ഈ വാൾസ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഈ വാൾ ക്ലീനിങ് ഒക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യമായിട്ടും എല്ലാവരും ചെയ്യണം. അപ്പോൾ മുകൾ വശമൊക്കെ ക്ലീൻ ചെയ്യാൻ പാടാന്നും പറഞ്ഞ് ആരും ഇത് ക്ലീൻ ചെയ്യാതിരിക്കരുത്. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫേർട്ട് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ബാത്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം എന്ന് വെച്ചാൽ ബാത്റൂമിൽ എപ്പോഴും അണുക്കളും അതും ഇതും ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ
എപ്പോഴും തറയും ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ക്ലീൻ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമ്മുടെ ബാത്റൂം ഡോർ ക്ലീൻ ചെയ്യണമെങ്കിലും ഇതേ സൊല്യൂഷൻ ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ബാത്റൂം ഡോറിൻ്റെ പെയിൻ്റ് ഒന്നും അങ്ങനെ പോകത്തുമില്ല, എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.